ഗൾഫ് മേഖലയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിൽ ആഴ്ത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അതീവ ഗുരുതരമായ സാഹചര്യമാണ് വ്യക്തമാക്കുന്നത്. ബഹ്റൈനിലെ ഇസ വ്യോമതാവളത്തിന് നേരെ ഇറാൻ തങ്ങളുടെ മാരകശേഷിയുള്ള ആരാഷ് ആത്മഹത്യാ ഡ്രോണുകൾ ഉപയോഗിച്ച് ശക്തമായ ആക്രമണം നടത്തിയതായുള്ള പ്രഖ്യാപനമാണ് ഈ പുതിയ പ്രതിസന്ധിക്ക് തുടക്കമിട്ടിട്ടുള്ളത്. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഈ താവളത്തിലെ ഹെലികോപ്റ്ററുകളും P-8 പെട്രോളിംഗ് ചാരവിമാനങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ഈ അപ്രതീക്ഷിത പ്രഹരം. ഇറാന്റെ ഈ വ്യോമാക്രമണത്തെ തുടർന്ന് ബഹ്റൈൻ ഒട്ടാകെ കടുത്ത ഭീതിയിലാണ്. ആക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ രാജ്യമൊട്ടാകെ മുഴങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് രാജ്യത്തെ താമസക്കാരോട് എത്രയും വേഗം സുരക്ഷിത താവളങ്ങളിലേക്കും ഷെൽട്ടറുകളിലേക്കും മാറാൻ ബഹ്റൈൻ അധികൃതർ അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സമാധാനാന്തരീക്ഷം പുലർത്തിയിരുന്ന ഗൾഫ് മേഖല പെട്ടെന്ന് യുദ്ധഭൂമിയായി മാറ്റുന്ന കാഴ്ചയായിരുന്നു അത്. ബഹ്റൈന് നേരെ മാത്രമല്ല, ഗൾഫിലെ മറ്റ് തന്ത്രപ്രധാന മേഖലകളിലേക്കും ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും പാഞ്ഞെടുത്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അയൽ രാജ്യമായ കുവൈറ്റ് ഈ നീക്കത്തെ ശക്തമായി പ്രതിരോധിച്ചു. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ ഇറാന്റെ ഒട്ടനവധി മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും കുവൈറ്റ് വ്യോമ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ വിജയകരമായി വെടിവെച്ചിട്ടതായി കുവൈറ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കടുത്ത നീക്കത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കയും സഖ്യകക്ഷികളും ശക്തമായ തിരിച്ചടി നൽകിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തെക്കൻ ഇറാനിലെ വിവിധ നഗരങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അതിശക്തമായ ബോംബാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മേഖലയിലെ പ്രധാന പാലങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ ജനവാസ മേഖലകളിലും അമേരിക്കൻ മിസൈലുകൾ പതിച്ചതായാണ് ഇറാൻ ആരോപിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ മിഡിൽ ഈസ്റ്റിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു പ്രാദേശിക യുദ്ധത്തിന് വഴി തുറക്കുമെന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. അമേരിക്കൻ സേനയും അവരുടെ ഏറ്റവും അടുത്ത ഗൾഫ് സഖ്യകക്ഷികളും ഒരേ സമയം ഇറാന്റെ ലക്ഷ്യമായി മാറിയതോടെ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങൾ പൂർണ്ണമായും തകിടം മറിഞ്ഞിട്ടുണ്ട്. ഇരുപക്ഷവും പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുന്നോട്ടു പോകുന്നതാണ് ഈ ആശങ്ക ഇരട്ടിയാക്കുന്നത്. മേഖലയിലെ ഈ പെട്ടെന്നുള്ള യുദ്ധ സാഹചര്യത്തിന് കാരണം തങ്ങളല്ലെന്നും മറിച്ച് എതിർപക്ഷമാണെന്നുമാണ് ഇരു രാജ്യങ്ങളും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. സമാധാന അന്തരീക്ഷം തകർത്തതിനും സൈനിക പ്രകോപനം ഉണ്ടാക്കിയതിനും ഉത്തരവാദി അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുമ്പോൾ പശ്ചിമേഷ്യയെ മൊത്തത്തിൽ അസ്ഥിരപ്പെടുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്ന് വാഷിംഗ്ടൺ ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ്. ഇറാൻ വികസിപ്പിച്ചെടുത്തതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ആയുധങ്ങളിലൊന്നാണ് ആരാഷ് ആത്മഹത്യാ ഡ്രോണുകൾ. വളരെ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കൃത്യമായി പറന്നെത്തി സ്വയം പൊട്ടിത്തെറിക്കാൻ ഇവർക്ക് സാധിക്കും. ഇവയുടെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളുള്ള P-8 ചാരവിമാനങ്ങളെ തകർക്കാൻ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചു എന്നത് ഇറാന്റെ സൈനിക ശേഷിയുടെയും വ്യക്തമായ ആസൂത്രണത്തിന്റെയും തെളിവായി പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബഹ്റൈനിലെ ഇസ വ്യോമതാവളം അമേരിക്കൻ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും മിഡിൽ ഈസ്റ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. ഇവിടെയുണ്ടായ ഡ്രോൺ ആക്രമണം അമേരിക്കൻ സൈനിക വ്യൂഹത്തിനേറ്റ വലിയൊരു തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഗൾഫ് സമുദ്ര മേഖലയിലെ തങ്ങളുടെ മേധാവിത്വത്തിന് മേൽ ഇറാൻ നേരിട്ട് കനത്ത പ്രഹരമേൽപ്പിച്ച സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നും ഇനിയുള്ള മണിക്കൂറുകളിൽ അതിരൂക്ഷമായ സൈനിക പ്രതികരണം ഉണ്ടായേക്കാം. കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യസമയത്ത് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം അവിടെ ഒഴിവായത്. പെട്രോളിയം ഉൽപാദന മേഖലയായ കുവൈറ്റിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചിരുന്നുവെങ്കിൽ അത് ആഗോള ഇന്ധന വിപണിയെ പോലും നിശ്ചലമാക്കുമായിരുന്നു. സഖ്യകക്ഷികൾക്ക് നേരെയുള്ള ആക്രമണം തങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന നിലപാടിലാണ് വൈറ്റ് ഹൌസ് ഇപ്പോഴുള്ളത്. തെക്കൻ ഇറാനിൽ അമേരിക്ക നടത്തിയ തിരിച്ചടിയിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഗതാഗത സംവിധാനങ്ങളും പാലങ്ങളും തകർത്തതിലൂടെ സൈനിക നീക്കങ്ങളെ തടസ്സപ്പെടുത്താനാണ് അമേരിക്ക പ്രധാനമായും ശ്രമിച്ചത്. എന്നാൽ ജനവാസ മേഖലകളിൽ ബോംബുകൾ പതിച്ചു എന്ന ഇറാന്റെ വാദം ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയ്ക്കെതിരെ നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഈ യുദ്ധസമാനമായ അന്തരീക്ഷം ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക മേഖലയെയും ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ചാനലുകളുടെ സുരക്ഷ അപകടത്തിലായതോടെ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ സാധ്യതയേറെ. ഹോർമുസ് കടലിടുക്കും അതിനോട് ചേർന്ന സമുദ്രപാതകളും യുദ്ധമേഖലയായി മാറിയാൽ അത് ആഗോള വ്യാപാര ശൃംഖലയെ പൂർണ്ണമായും തകർക്കും. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇരു വിഭാഗത്തോടും കടുത്ത ആത്മസംയമനം പാലിക്കാൻ അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഒരു ചെറിയ പിഴവ് പോലും നിയന്ത്രണാതീതമായ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേക്കാമെന്ന് ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ യുദ്ധക്കളത്തിൽ നിന്നും പിന്മാറാൻ ഇരുപക്ഷവും തയ്യാറാക്കുന്ന ലക്ഷണവുമില്ല. അമേരിക്കയിലെ നിലവിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഈ ആക്രമണം കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വന്തം സൈനികർക്കും സഖ്യകക്ഷികൾക്കും നേരെയുണ്ടായ ഈ പ്രകോപനത്തിന് ശക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ അത് ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുമെന്ന വിലയിരുത്തലിലാണ് പെന്റഗൺ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ യുദ്ധക്കപ്പലുകളും സൈനിക വ്യൂഹങ്ങളും ഗൾഫിലേക്ക് അയക്കാൻ വാഷിംഗ്ടൺ തയ്യാറെടുക്കുകയാണ്. അതേസമയം തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ ഗൾഫിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളെയും ചാരമാക്കാൻ കെൽപ്പുള്ള മിസൈൽ ശേഖരം തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇറാൻ പരോക്ഷമായി ഓർമ്മിപ്പിക്കുന്നു. ഇറാന്റെ മണ്ണിൽ യുദ്ധമെത്തിയാൽ അത് ഗൾഫ് നാടുകളിലേക്കും പടരുമെന്ന് ഉറപ്പാണ്. ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള ശേഷി നിലവിലെ ആഗോള സാമ്പത്തിക സ്ഥിതിക്കില്ല എന്ന് ബോധ്യമുണ്ടായിട്ടും വൻ ശക്തികൾ തമ്മിലുള്ള വാശി മിഡിൽ ഈസ്റ്റിനെ ചോരക്കളമാക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഗൾഫ് മേഖലയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ നിർണായകമായിരിക്കും. ലോകം ഒന്നടങ്കം വൻ ആകുലതകളോടെയും സമാധാനത്തിനായുള്ള പ്രാർത്ഥനകളോടെയുമാണ് മിഡിൽ ഈസ്റ്റിലെ ഈ ചോരപ്പുഴയിലേക്ക് നോക്കുന്നത്.